വെച്ചത് ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഉപാധികളൊന്നുമില്ലാതെ ഈ കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായ ഘട്ടത്തിലും ഇസ്രായേൽ എന്തുകൊണ്ടായിരിക്കും ഈ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത്? ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ്. കാരണം ഇസ്രായേലിന്റെ ഒരു ഘടന അനുസരിച്ച് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഭരണകൂടം അത് താങ്ങി നിർത്തുന്നത് വലതുപക്ഷ തീവ്രശക്തികളാണ്. ആ ശക്തികളെ സമന്വയിപ്പിക്കേണ്ട അല്ലെങ്കിൽ സമാധാനിപ്പിക്കേണ്ട ഒരു ചുമതല ഇസ്രായേൽ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇസ്രായേലിന്റെ മന്ത്രിസഭ കഴിഞ്ഞ ആഴ്ച കൂടി പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താല്പര്യപ്രകാരം ഗാസ പൂർണ്ണമായി ആക്രമിച്ച് കീഴടക്കുകയും ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉന്മൂലനം ചെയ്യുകയും ഹമാസിനെ പൂർണ്ണമായി ഭൂമുഖത്തു നിന്ന് തുടച്ചു നിൽക്കുകയും ഹമാസിന്റെ പ്രഹരശേഷി ഒരു രീതിയിലും വീണ്ടും ഇതുപോലെയുള്ള ഇസ്രായേലിനെതിരെയുള്ള സുരക്ഷാ ഭീഷണി ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന തീരുമാനത്തിലായിരുന്നു ഇസ്രായേൽ. ആ തീരുമാനം പെട്ടെന്നുണ്ടാകുന്ന ഒരു പുതിയ നിർദ്ദേശം വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന ശ്രമത്താൽ അത് തകരുന്നതിനോട് ഒരു വിഭാഗം ഇസ്രായേലിലെ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാവും ഇസ്രായേൽ പെട്ടെന്ന് പ്രതികരിക്കാത്തത്. പക്ഷെ വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം തന്നെയാണ് അറബി മധ്യസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം തീർച്ചയായും ഈജിപ്തും ഖത്തറും എല്ലാം വളരെ വലിയ കാലമായി, കാരണം ഏതാണ്ട് 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധമാണ്. 22 മാസം കഴിഞ്ഞിരിക്കുന്നു. 65,000 പേരുടെ മരണം ഗാസയിൽ രേഖപ്പെടുത്തപ്പെട്ടു. 1,00,000-ലധികം പേർ അംഗഭംഗം വന്നിരിക്കുന്നു. ഏതാണ്ട് 90% ആളുകളും 90%-ലധികം കെട്ടിടങ്ങളും പെരിഷ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അത് പൂർണ്ണമായി ഡീഫങ്ക്റ്റ് ആയി മാറിയിരിക്കുന്നു. 90% ആളുകളും ഡിസ്പ്ലേസ്ഡ് ആണ്. ആ ഒരു അവസരത്തിൽ ഇനിയിപ്പം മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അത് ഇനിയിപ്പം ഹമാസിന്റെ ഒരു നിയന്ത്രണത്തിൽ, പൂർണ്ണമായി ഹമാസിന്റെ നിയന്ത്രണത്തിൽ പഴയതുപോലെ ഗാസയ്ക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന ഒരു ചിന്ത അറബ് രാജ്യങ്ങൾക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഏത് രൂപത്തിലാണ് ഹമാസിനെ നിർവീര്യമാക്കുക? അവരുടെ കൈവശമുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ, മുൻപ് ഇപ്പോൾ ഇറാനിൽ നിന്നും കാര്യമായ ആയുധങ്ങൾ വരുന്നില്ല, ഇറാനിൽ നിന്നും മുൻകാലങ്ങളിൽ എത്തിച്ചേർന്ന ആയുധങ്ങൾ അവർ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്, ആ ആയുധങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള വലിയ തുരങ്കങ്ങൾ, ആ തുരങ്കങ്ങളിലുള്ള സംവിധാനങ്ങൾ, അതിനെന്താണ് സംഭവിക്കേണ്ടത്? ഇത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിർവീര്യമാക്കുക, ആയുധങ്ങൾ ഒരു അറബി സേനയെ ഏൽപ്പിക്കുകയും അവ പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെങ്കിൽ അവിടെ ഒരു നിഷ്പക്ഷ സേനാ സാന്നിധ്യം ഉണ്ടാവണം. അതിനെക്കുറിച്ചാവും ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിലുള്ള ഫർദർ ചർച്ചകൾ അതേക്കുറിച്ചാകും. കാരണം ഇസ്രായേൽ ഒരു പച്ചക്കൊടി കാട്ടിയെങ്കിൽ മാത്രമേ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇസ്രായേൽ വരൂ. നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇസ്രായേൽ വരാത്തത്തോളം കാലം ഇത് ഒരു നിർദ്ദേശം മാത്രമാണ്. ആ നിർദ്ദേശത്തിന് അംഗീകാരം, തത്വത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ അംഗീകാരം നൽകിയാലും കൂടുതൽ ചർച്ചകളിലൂടെ മാത്രമേ അത് തീരുമാനിക്കാനാവൂ. അത് മാത്രമല്ല, പോസ്റ്റ് വാർ ഗാസയുടെ രാഷ്ട്രീയ നിയന്ത്രണം ആരായിരിക്കും? ഹമാസിനെ ഒരു രീതിയിലും ഇസ്രായേൽ അംഗീകരിക്കും എന്ന് കരുതാനാവില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ഹമാസ് അല്ല എങ്കിൽ ഏതു തരത്തിലുള്ള ഒരു ഭരണകൂടമായിരിക്കണം ഗാസയിൽ നിലവിൽ വരിക? അപ്പൊ ഗാസയുടെ പുനരുജ്ജീവനം അല്ലെങ്കിൽ പുനരുദ്ധാനം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ ഏത് രൂപത്തിലാണ് ഉണ്ടാകേണ്ടത്? ഇതേക്കുറിച്ചും ധാരണകൾ ഉണ്ടാകണം. അതുകൊണ്ട് തൽക്കാലം ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന, ഇപ്പോൾ കരുതപ്പെടുന്ന മാത്രമേ ഉള്ളൂ, ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന ഈ ഒരു നിർദ്ദേശം, വെടിനിർത്തൽ നിർദ്ദേശം, 60 ദിവസത്തേക്കുള്ള സമാധാനം, അത് ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിലേക്കും, 20 ബന്ദികളാണ് ജീവനോടെയുള്ളതായി കരുതപ്പെടുന്നത്. 250 ബന്ദികളെയാണ് ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നത്. അതിൽ 2 ഘട്ടങ്ങളായി വെടിനിർത്തൽ സംഭവിച്ചപ്പോൾ ആദ്യ ഘട്ടത്തിൽ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ 2023 ചെറിയ തോതിലുള്ള ബന്ദികളെ വിട്ടയക്കുന്ന ഒരു ചെറിയ വെടിനിർത്തലുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ദീർഘമായ വെടിനിർത്തൽ. അപ്പോഴെല്ലാം തന്നെ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടത് പരസ്പരമുള്ള വിശ്വാസക്കുറവ് മൂലമാണ്. അതുകൊണ്ട് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ആവും ഈ 60 ദിവസത്തിനുള്ളിൽ സംഭവിക്കുക. ഈ 60 ദിവസം വെടിനിർത്തൽ തുടരണമെന്നുമില്ല. അതിന് മുൻപ് തന്നെ ചിലപ്പോൾ ആക്രമണം പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലത്ത് രണ്ട് ബാച്ചുകളായി 20 പേരെ ഉള്ളൂ എങ്കിൽ 10 പേരെ വീതം വിട്ടയക്കുകയും പൂർണ്ണമായി അതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ തടവിലുള്ള ഹമാസിന്റെ അല്ലെങ്കിൽ പലസ്തീൻ ആളുകളെ വിട്ടയക്കേണ്ട ഒരു ബാധ്യതയുമുണ്ട്. അതിന്റെ എണ്ണത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകണം, അതിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇസ്രായേലിന് വലിയ അലോസരം ഉണ്ടാകുന്ന രീതിയിൽ വളരെ ആഘോഷമായിട്ടാണ് ബന്ദികളെ വലിയ രീതിയിൽ മുഖംമൂടി അണിഞ്ഞ പലസ്തീൻ ഹമാസ് പ്രവർത്തകർ വളരെ ആഹ്ലാദചിത്തരായി നിന്നുകൊണ്ട് ആ ഒരു ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അലോസരം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇസ്രായേലിൽ
ഒരു ചിന്ത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ചില ഭാഗത്തെങ്കിലും. സോറി, ബന്ദികളെ വിട്ടുകിട്ടേണ്ടത് ആവശ്യമാണ് എങ്കിൽ പോലും ഏതാണ്ട് ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇസ്രായേലിലുണ്ട്. ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ഇസ്രായേലുമായി ഇന്റഗ്രേറ്റ് ചെയ്യുകയും അത് പൂർണ്ണമായി വ്യത്യസ്തമായി തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നൊരു ചിന്ത ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട്. കാരണം അല്ല എങ്കിൽ നാളുകളിലും ഇതേ പ്രശ്നം വീണ്ടും 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 ആവർത്തിക്കാനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ മന്ത്രിസഭ അംഗീകാരം നൽകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് കൂടുതൽ വിശകലനവുമായി നമുക്കൊപ്പം ചേർന്നത്.